വലിയൊരാളായതുകൊണ്ടല്ല, എൻ്റെ കുടുംബത്തിനോടൊപ്പം വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയത്ത് ഒരൊറ്റ പാട്ടിൽ കൂടി ഇന്നും എന്നെ ഓർമ്മിക്കുന്നു. യൂസഫലിയോരേ എന്നും കാക്കണേ അല്ലാ. ഈ എം എ യൂസഫ് അലി സാറിനെ പറ്റി ഞാനിവിടെ കൊറോണ സമയത്ത് ഈ വീടിൻ്റെ പുറത്ത് ഇരുന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട്. കാരണം കൊറോണ ഒരുപാട് നാളുകളായി പാട്ടുമില്ല പ്രോഗ്രാമും ഇല്ലാതെ. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചിട്ടൊരു ബാങ്ക് ബാലൻസ് കൂട്ടി വെക്കുന്നതോ അങ്ങനെ ഒരു സ്വഭാവം ഇല്ല. കിട്ടിയാലേ അതെങ്ങനെ ചിലവാക്കുക, ഇനിയിപ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടൊന്നെങ്കിൽ അവരെ സഹായിക്കുക, അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. അത് സമയത്തൊന്നുമില്ല. എന്നുവെച്ചാൽ നമ്മൾ ഇത്ര നാളും എങ്ങനെ ജീവിച്ചോ അതിൽ നിന്നെല്ലാം നമ്മൾ ഭയങ്കര പിന്നോട്ടേക്ക് പോയി. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് യൂസഫ് അലി സാഹിബിനെ കുറിച്ചൊരു പാട്ട് പാടണമെന്ന് തോന്നി. അപ്പം ഞാൻ ആദ്യം വിളിച്ചത് ബാപ്പു വെള്ളിപ്പറമ്പിനെയാണ്. ഇന്ന് കേരളത്തിലെ രചയിതാവിൽ ഏറ്റവും മികച്ച് നിൽക്കുന്നത് ബാപ്പു വെള്ളിപ്പറമ്പാണ്. അദ്ദേഹത്തിൻ്റെ വരികൾ പാടാത്ത ആരുമില്ല. അങ്ങനെ അവർ എനിക്കൊരു പാട്ട് എഴുതി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പറ്റൂല, ഇത് എനിക്ക് മനസ്സിന് ഒരു തൃപ്തിയായിട്ടില്ല. അപ്പോൾ പിന്നെ രണ്ടാമത് ആദ്യം എഴുതിയിട്ട് അയച്ചു. അപ്പോൾ ആ പാട്ട് കിട്ടിയ വളരെ 4 പേരാണ് അയക്കുന്നത്. ഇതും എടുത്തിട്ട് ഞാൻ നമ്മളെ കമറുദ്ദീൻ കേച്ചേരിൻ്റെ സ്റ്റുഡിയോയിലേക്ക് പാപ്പനശ്ശേരി പോയി. അപ്പം അപ്പം തന്നെ അവിടുന്ന് ആ പാട്ട് എടുത്ത് പിന്നെ അവൻ തന്നെ വിളിച്ചു പറഞ്ഞ് 2 ആൾക്കാരെ വരുത്തിച്ച് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പം അത് യൂസഫ് അലിഖാൻ്റെ കാതിയിലേക്ക് എത്തി. പിന്നെ യൂസഫ് അലിക്ക തന്നെ നേരിട്ട് വിളിച്ച് കുറേ സംസാരിച്ചു. യൂസഫ് അലിക്ക പറഞ്ഞു, ഞാൻ കുട്ടികളെയും ഫാമിലി കുടുംബമൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ അന്ന് എൻ്റെ മോൾക്ക് 5 കുട്ടികളാണ്, മോനിക്ക് 2. അതൊക്കെ പറഞ്ഞപ്പോൾ എന്നോടാണ് എന്തിനാ പേടിക്കണം, എനിക്ക് 3 പെൺകുട്ടികളാണ്. പിന്നെ പെൺമക്കളെ നമ്മളേറ്റവും ഐശ്വര്യം ഭാഗ്യമാണ്. സീനത്തിന് അള്ളാഹു നല്ലൊരു ശബ്ദം തന്നിട്ടില്ലേ, ഒരു കാരണവശാലും സീനത്ത് എവിടെയും ബുദ്ധിമുട്ടില്ല. ഇത്രയും ലോകം കണ്ട പരിചയമുള്ള ഒരു മനുഷ്യൻ്റെ നാവിൽ നിന്നും അത് കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ്. അപ്പോൾ പിന്നെ അതിൽ വർത്തമാനം പറഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇതുവരെ വിളിക്കാക്കൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പേര് ഷാഹിദ് പറഞ്ഞിട്ട്, അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്ന അവരെയാണ്. കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, സുഖവിവരങ്ങൾ അന്വേഷിക്കാനും ഇതിനും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത ദിവസം കാസർഗോഡ് വന്നിരുന്നു. അത് ഫോൺ വെക്കുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, എൻ്റെ PA വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് എൻ്റെ അക്കൗണ്ട് നമ്പറും വീടിൻ്റെ അഡ്രസ്സൊക്കെ വാങ്ങി അക്കൗണ്ടിലേക്ക് എനിക്ക് പൈസ അയച്ചെന്നു, നല്ലൊരു എമൗണ്ട് അയച്ചെന്നു. പിന്നെ 3-4 പവൻ്റെ അടിപൊളി നല്ല മാല വീട്ടിൽ മാനേജർ അവരാരോ കൊണ്ടുതന്നു. 3-4 ആൾ വന്നിരുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരു ഗായിക എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണത്. ഇപ്പോഴും അതിനുശേഷം എല്ലാ വർഷവും എനിക്ക് റമദാനിൽ 1 ലക്ഷം രൂപ എനിക്ക് അയച്ചു തരുമായിരുന്നു. ഈ പ്രാവശ്യം അത് ഡബിളാണ്, അധികം അയച്ചെന്നു. മാഷാ അല്ലാഹ് നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ യൂസഫ് അലിക്ക ഒന്നുമല്ല, ഒരു കടുകിൻ്റെ അത്ര പോലും ഇല്ല. എന്നിട്ടും നമ്മളോടൊക്കെ കാണിക്കുന്ന ആ സ്നേഹം, അദ്ദേഹം വളരെ വലിയ മനുഷ്യൻ, ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വാക്കുകളുണ്ടാവില്ല, അത്രക്കും മഹാനാണ് അദ്ദേഹം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞില്ല എപ്പോൾ വേണമെങ്കിലും എന്താ ആവശ്യമുണ്ടെങ്കിലും വിളിക്കുന്നതല്ല, എനിക്ക് എൻ്റെ മനസ്സിനുള്ളിലൊരു ധൈര്യം. ഈ ലോകത്ത് ഞാൻ എവിടെ എന്ത് പെട്ടുപോയാലും എന്ത് പ്രയാസപ്പെട്ടാലും എനിക്കൊരാൾ എവിടെയുണ്ട് വിളിക്കാൻ പറ്റേണ്ട ഒരു കുടുംബത്തിലെ കാരണം ഒരു ധൈര്യം എനിക്ക് എവിടെയുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് എന്ന് യൂസഫ് അലിഖാനെ കുറിച്ചിട്ടുണ്ടാവാറുണ്ട്. 1-2 മാസം മുന്നേ കാസർഗോഡ് വന്നപ്പോൾ എന്നെ കണ്ടു, വേഗം എൻ്റെ അടുക്കിലേക്ക് വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഓക്കെ, എന്താ പറയുക, എനിക്ക് അതെല്ലാം ഭയങ്കര അത്ഭുതമാണ്. പാട്ടൊന്ന് 2 വരി പാടിയാലോ? ഹാലിക്കായോനേ എന്നും കാത്തിട് അല്ലാ, എന്നും കാത്തിട് അല്ലാ, യൂസഫ് അലിയോരേ എന്നും കാക്കണേ അല്ലാ. ഞാൻ വലിയൊരാളായതുകൊണ്ടല്ല, എൻ്റെ കുടുംബത്തിനോടൊപ്പം വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയത്ത് ഒരൊറ്റ പാട്ടിൽ കൂടി ഇന്നും എന്നെ ഓർമ്മിക്കുന്നു. അന്ന് മുതൽ ഇതുവരെ യൂസഫ് അലിക്കാക്കുള്ള പ്രാർത്ഥനയാണ് നിർത്തിയിട്ടില്ല. അദ്ദേഹത്തിന് നല്ല ആരോഗ്യത്തുള്ള ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറായിട്ട്.
ഒരു പക്ഷേ പ്രേക്ഷകരിലേക്ക് എത്തുമ്പം അവർ പറഞ്ഞേക്കാം വലിയൊരു എന്താണ് പണക്കാരന് വേണ്ടി പാടുമ്പോഴായിരിക്കും നിങ്ങളിങ്ങനെ. അല്ല, അതൊരു പാവപ്പെട്ടവർ ചെയ്താലും നമ്മളെ ഒന്നുമല്ലാത്തൊരു സമയത്ത് നമുക്ക് എല്ലാമായി വരുന്ന, അതായത് നമ്മളെ കുടുംബത്തിൻ്റെ ഒരു അംഗം പോലെ വന്ന യൂസഫ് അലിക്ക